ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിൽ നമുക്ക് എങ്ങനെ കോൺടാക്ട്സ് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ചില ആൾക്കാർ കോൺടാക്ട്സ് എങ്ങനെയാണ് സെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ കോൺടാക്ട്സിൽ പോവും, എന്നിട്ട് ആ ഒരു നമ്പർ കോപ്പി ചെയ്യും, എന്നിട്ട് അത് വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നാൽ വാട്സപ്പിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കോൺടാക്ട്സ് ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പിൽ ആർക്കാണോ നിങ്ങൾക്ക് കോൺടാക്റ്റ് സെൻഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവരുടെ ചാറ്റ് സെലക്ട് ചെയ്യുക. ചാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ഫുൾ കോൺടാക്ട്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഇനി ഏത് നമ്പറാണ് സെൻഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു നമ്പറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ അത് സെലക്ട് ആയതായിട്ട് കാണാൻ പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ കോൺടാക്ട്സ് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2 കോൺടാക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കോൺടാക്റ്റ് ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ കോൺടാക്റ്റ് റിസീവ് ആയ ആൾ ഇവിടെ വ്യൂ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ 2 കോൺടാക്റ്റും അവർക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി അവർക്ക് ഇത് കോൺടാക്റ്റിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് ക്ലിക്ക് ചെയ്താൽ അവർക്ക് കോൺടാക്റ്റിലോട്ട് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ കോൺടാക്ട്സ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.